ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ആണ്. ഇന്ന് May 18th ആണ്. സോ ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. സോ എല്ലാവരും സ്റ്റേ ട്യൂൺ. ഇതിൻ്റെ പാർട്ട് 1 പാർട്ട് 2 ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസത്തിൽ. സോ മോസ്റ്റ് ഓഫ് ദ ക്ലിപ്പ് ഞാൻ ഇങ്ങനെയായിരിക്കും, ലാൻഡ്സ്കേപ്പ് ആയിട്ട് ഇങ്ങനെയായിരിക്കും എടുത്തിട്ടുണ്ടാവുക. സോ അത് സൂം ചെയ്തിട്ടാണ് ഞാൻ പോർട്രേറ്റ് ആയിട്ട് എടുക്കുക. അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. സോ ലോങ് വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാം. അത് കഴിഞ്ഞ് സ്കൂൾ ഷോപ്പിങ്ങിൽ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ള കാര്യം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഹോളായിട്ട് ചെയ്തതായിരിക്കും. ഗൈസ്, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഡ്രസ്സ് മാറ്റി. എനിക്ക് മറ്റേതിട്ടിട്ടും കംഫർട്ടായിട്ട് തോന്നിയില്ല. പിന്നെ എൻ്റെ രീതിയിൽ മനസ്സിലാക്കി. ഹായ് ഗൈസ്. അവളുടെ കയ്യിൽ മൈക്കില്ല, മൈക്ക് ഫിറ്റാക്കി കൊടുത്തു. നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗൈസ്, നമ്മൾ അമ്മേൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ? ഓക്കെ, ഇനി നമുക്ക് പോകണം. ഞാൻ ഡ്രസ്സ് അതിൻ്റെ ഇടയ്ക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള ഡ്രസ്സ് ആയിരിക്കണം. ഓക്കെ, അപ്പം മൈക്കും കുത്തിയിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദ ഏരിയാസ് ഞാൻ വോയിസ് ഓവർ ചെയ്യും. സോ ജിമ്പല് വെച്ചിട്ട് ചെയ്യാനാണ് ഒരു ഇത്. കാരണം കുറേ നേരം ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ എൻ്റെ കൈ പോകും. വേറെ ആരും വീട്ടിൽ തരാൻ ഉണ്ടാവില്ല, എനിക്ക് നല്ലപോലെ അറിയാം. അപ്പം അതുകൊണ്ട് നമ്മൾ സ്റ്റാൻഡ് എടുക്കുന്നത് ഒരു സേഫ്റ്റി. കാണിച്ചു തരാം. ഉള്ളിലേക്ക് കയറട്ടെ. ഒരു ക്ലാരിറ്റി കുറവുണ്ട്, ബട്ട് നോ പ്രോബ്ലം. കാണിച്ചു തരാം. അമ്മച്ചിയൊക്കെ ഞാനൊക്കെ നേരത്തെ ഒരുങ്ങി കഴിഞ്ഞത് കൊണ്ടൊക്കെ പ്രശ്നമില്ല. സോ ജിമ്പിൽ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, മഴ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചാറുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ കൈ ശരിക്കും കടയുന്നുണ്ട്. നല്ല അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്ക് എന്നാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ആദ്യത്തെ ക്ലിപ്പ് തന്നെ ഞാൻ ഷോർട്ട് വീഡിയോയ്ക്ക് എടുത്ത ഒരു ക്ലിപ്പായിരുന്നു. അപ്പം അത് ഞാൻ ഇതിനകത്തൊന്ന് ആഡ് ചെയ്തതാണ്. സോ ഞാൻ മാമനായിരുന്നു നമ്മൾ കൊണ്ടുവിട്ടത്. സോ മാമൻ്റെ വണ്ടിയിലാണ് പോയത്. നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം യൂണിഫോം എടുക്കാൻ വേണ്ടി പോകുന്നത് സിത്താര യൂണിഫോംസിലാണ്. അവിടെയാണ് നമ്മുടെ യൂണിഫോം വരിക. അതായത് സെൻറ്റ് പാട്രിക്സിലെ ആയാലും സേക്രട്ടിലെ ആയാലും അവിടെ തന്നെയായിരുന്നു വരുന്നത്. അപ്പോൾ ഈ വരുന്ന വഴിക്കും സേക്രട്ടിലെ യൂണിഫോം കണ്ടു. അപ്പം പക്ഷേ അതിൻ്റെ എംബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റ് പാട്രിക്സ് യൂണിഫോമിൻ്റെ എംബ്ലമാണ്. അതാണ് ഇപ്പോൾ ഞാൻ ഒരു അതിശയപ്പെട്ട് നോക്കുന്ന സാധനം. കണ്ടോ? അത് സേക്രട്ടിലെ യൂണിഫോമാണ്, പക്ഷേ അത് സെൻറ്റ് പാട്രിക്സിലെ എംബ്ലമാണ്. അപ്പം അതാണ് ഞാൻ പെട്ടെന്ന് അതിശയപ്പെട്ട് ആൻറ്റീൻ്റെ അടുത്ത് ചോദിച്ചത്. അമ്മയും അമ്മച്ചിയും കൂടെ എന്താ പറയുക, ഒന്ന് വേറൊരു എയർപോർട്ട്സ് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അവരങ്ങോട്ട് പോയി. അപ്പം ആൻറ്റിയും ഞാനും ഒക്കെ അങ്ങോട്ട് മേലേക്ക് കയറി പോവുമായിരുന്നു. അപ്പോൾ അവിടെയാണെങ്കിൽ സെയിന് ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻറ്റി ആണല്ലോ അവർക്ക് ഡ്രസ്സ് എടുക്കാറ്. നമുക്ക് വേണമെങ്കിൽ അമ്മയും അമ്മച്ചിയൊക്കെ വരണം. അമ്മച്ചി വന്നാലാണ് നടക്കുക. അപ്പോൾ ഇപ്പം അമ്മേനെ കൂട്ടാൻ വേണ്ടി പോയതാണ്. കാരണം അമ്മ നേരത്തെ താഴെ പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവർ വന്നപ്പം അത് നോക്കാൻ വേണ്ടി പോയതാണ്. പിന്നെയും പേനയൊക്കെ ഉണ്ട്. പിന്നെ വാട്ടർ ബോട്ടിൽസിൻ്റെ കളക്ഷൻ ആയാലും അത്യാവശ്യമുണ്ട്. പിന്നെ സെയിൻ്റെ യൂണിഫോം കണ്ടോ? ആ പാൻറ്റ് അവൻ്റെ കാലിൻ്റെ താഴേക്കുള്ള ഭാഗം ഒന്ന് വെട്ടിക്കളയണം. പിന്നെ എൻ്റെ യൂണിഫോം ഇട്ടിട്ടുള്ള ആ ഒരു ക്ലിപ്പ് ഞാൻ കാണിക്കുന്നുണ്ട്. എന്നെ കാണാൻ ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ള എല്ലാ ഇതും ഞാൻ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ ആ ഒരു ഡ്രസ്സിൻ്റെ ഷർട്ടിൻ്റെ മെറ്റീരിയലായാലും പാൻറ്റിൻ്റെ മെറ്റീരിയലല്ല, റെഡിമെയ്ഡാണ് കേട്ടോ. എനിക്കും ഇത് റെഡിമെയ്ഡാണ്. കണ്ടോ? എനിക്കത് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ കുഴപ്പമില്ല. അതിൻ്റെ താഴേക്ക് ഒരു ബ്ലൂ പാൻറ് ഉണ്ട്. സോ ഫസ്റ്റ് യൂണിഫോം ഇട്ടിട്ട് പോകുന്ന ഡേയിലൊക്കെ ഞാൻ എടുക്കാൻ നോക്കാം. പിന്നെ വാട്ടർ ബോട്ടിൽസിൻ്റെ കളക്ഷൻസ് വലുതായിട്ട് കളക്ഷൻസ് ഇല്ലെങ്കിൽ കളക്ഷൻസ് ഉണ്ട്. നമ്മൾക്ക് വലിയവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതായത് കുറേ ബാർബീൻ്റെ ചിത്രങ്ങളൊക്കെ ആയിരുന്നു. എനിക്കത് ഇഷ്ടമായില്ല. പിന്നെ എനിക്ക് ഒരു ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. അത് ഹോളിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. എന്നിട്ട് അവിടെ നിന്ന് ബില്ലടിച്ചു. എൻ്റെ അനിയത്തിക്ക് എടുത്ത ഒരു ചെരുപ്പായിരുന്നു അത് മൊത്തത്തിൽ ഈ അടുത്തിറങ്ങിയ ഒരു ചെരുപ്പായിരുന്നു. മീൻസ് ഇതിലിറങ്ങിയതാണെന്നാണ് അവിടുത്തെ ചേട്ടൻ പറഞ്ഞത്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ സെഞ്ച്വറി കയറി. കാരണം അവളുടെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പം അതിനുള്ള അവൾക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ബർത്ത്ഡേ കയറി. പിന്നെ ലിഫ്റ്റിൽ കയറിയിട്ട് കുറച്ച് വ്ളോഗ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കണമല്ലോ, അതിൽ അന്തസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, സാധനങ്ങളൊക്കെ മീൻസ് അവളുടെ ഡ്രസ്സ് അവിടെ നിന്ന് നോക്കിയിട്ട് ഒരു വസ്തുവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് ആകപ്പാടെ വാങ്ങിച്ചത് ഷിമ്മിയൊക്കെ ആയിരുന്നു, ഇന്നേഴ്സ്. അത് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ സെഞ്ച്വറിയിൽ നിന്ന് വാങ്ങുമ്പം എല്ലാവരും ആലോചിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പൈസ ഉണ്ടാവും.
അവിടെയാണ് പൈസ ഇത്തിരി കൂടുതൽ. അപ്പം ഇവൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് താഴെ കൊണ്ടുവന്നിട്ട് അവൾക്ക് വെള്ളം വാങ്ങിച്ചു കൊടുക്കില്ലായിരുന്നു എൻ്റെ പരിപാടി. അത് കഴിഞ്ഞ് വേറെ കടയിൽ കയറി. അങ്ങനെ ഞാൻ കുറേ കട കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു പോർട്രേറ്റ് ക്ലിപ്പും ഉണ്ടായിട്ടാവും. നമുക്ക് എന്നിട്ട് ഒരു കടയിൽ നിന്ന് നമുക്ക് അവൾക്ക് പറ്റിയൊരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കട ഞാൻ കാണിക്കുന്നുണ്ട്. അത് മറ്റേ ഡ്രസ് വെല്ലാണ്. അപ്പം അവിടെ നിന്നായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണമായിരുന്നു. അത് ഞാൻ സിയാരെ എന്ന് പറഞ്ഞ ഒരു കടയിലും പിന്നെ നമ്മുടെ ബഡാ ബസാറിനും ഒരു കൊടിച്ചിട്ട് പോലത്തെ ഒരു സാധനം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് ആ ഒരു വീഡിയോ കഴിഞ്ഞിട്ട്, അതായത് ആ വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞിട്ട് അന്ന് തന്നെ ഞാൻ ഹോൾ എടുത്തിട്ടുണ്ട്. ഞാൻ ഇടാം കേട്ടോ. എൻ്റെ വാച്ച് ശരിയാക്കി കിട്ടിയതിന് സന്തോഷമായിരുന്നു അത്. അത് കഴിഞ്ഞ് നമ്മൾ നെയ്റ്റിക്ക് ഇടാൻ വേണ്ടി ഡ്രസ്സ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു പരമ്പരത്തുള്ള ബഡാ ബസാറിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ UDF ജയിച്ചത് കൊണ്ട് തന്നെ നമുക്ക് മുഖ്യമന്ത്രി വന്നായിരുന്നു. അപ്പം കുറച്ച് ആഹ്ലാദമുണ്ട്. അതിൻ്റെ കുറച്ച് ഒറിജിനൽ വോയിസ് ഞാൻ കാണിച്ചു തരാം. നല്ല ആഹ്ലാദ പ്രകടനമായിരുന്നു. പിന്നെ ഇടയ്ക്കൊരു ബ്ലോക്കും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഡ്രസ്സ് അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു ഡ്രസ്സ് നമ്മൾ എടുത്തില്ല. പിന്നെ ഞാനൊരു ഷോർട്ട് കുർത്തി എടുത്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഞാൻ നെക്സ്റ്റ് ഡേ ഷോപ്പിങ്ങിന് പോയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ബാലൻസ് കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അത് നെക്സ്റ്റ് ഡേയിലാണ് പോയത്. അതും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത് നെക്സ്റ്റ് ഡേയിലേക്ക് പോകുന്നതാണ്. ഞാനിപ്പോൾ രാത്രിയാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. അതിൻ്റെ ചെറിയൊരു സൗണ്ട് ഉണ്ട് കേട്ടോ. ഇതാണ് ഞാൻ എടുത്ത കുർത്ത. പിന്നെ അവളാണെങ്കിൽ കുറച്ച് സ്വന്തമായിട്ട് വ്ളോഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സൈഡിൽ കൂടെ ഓട്ടോ പോകുന്നുണ്ട്. നല്ല സൗണ്ടാണ്. ഈ ചെറപറയെന്നുള്ള സൗണ്ട് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. അപ്പം ഇവിടുന്ന് എന്തെങ്കിലും അമ്മേൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് ഞാനും എൻ്റെ അനിയത്തിയും പിന്നെ അമ്മമ്മയും കൂടെ പോകാനാണ് ഇത്രയും നേരത്തേക്കുള്ള ഒരു പ്ലാൻ. കാരണം ബുക്ക് നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയത്തീൻ്റെയും എൻ്റെ 2 കസിൻസിൻ്റെയും ബുക്ക്. അവരുടെ ബുക്ക് വാങ്ങാൻ പോയപ്പോൾ മാമൻ ആ കൂട്ടത്തിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്കൂളിൽ വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് PT ഡ്രസ്സ് എടുക്കണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ PT മിസ്സിനെ കണ്ടു. PT മിസ്സ് കുറേ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അമ്മമ്മേൻ്റെ അടുത്ത്. എന്തിനാ സ്കൂൾ പറ്റി എന്നൊക്കെ കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡേമാർട്ടിൽ വന്ന് കുറച്ച് സാധനം വാങ്ങിച്ചു. ഞങ്ങൾ വാട്ടർമെലൺ ജ്യൂസും ഒരു ഞാനൊരു പപ്സും അവൾ 2 പഴംപൊരിയും അമ്മമ്മ ഒരു സുഖിയൻ പോലത്തെ ഒരു സാധനമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബോണ്ട അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പം അത് കഴിച്ചു. കാരണം ഈ ചൂടത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു വാട്ടർമെലൺ ജ്യൂസ് കുടിച്ചിട്ട്. പിന്നെ എൻ്റെ അനിയത്തിൻ്റെ ചെരുപ്പ് ആ സൈഡിൽ നിന്ന് തുന്നിക്കാമെന്ന് വിചാരിച്ചു. കാരണം പെട്ടെന്ന് വിട്ടുപോകാൻ ചാൻസുള്ളത് കൊണ്ട് തന്നെ. കാരണം ആ ഒരു ബുക്കും പിടിച്ച് നടക്കൽ ഒരു ഒന്നൊന്നര പരിപാടിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കടയിൽ ആ ഒരു ബുക്ക് വെച്ചിട്ട്, അതായത് പാത്രക്കടയിൽ ആ ഒരു ബുക്ക് വെച്ചിട്ടാണ് നമ്മൾ ഒരു കടയിൽ പോയിട്ടുണ്ടായിരുന്നത്. അതായത് എൻ്റെ ബാഗ് നോക്കാനായിട്ട്. സോ ഫൈനലി ഞാൻ എടുത്ത ബാഗ് അതായിരുന്നു. നമ്മൾ തുന്നിക്കുന്ന കടയിൽ നിന്നാണ് ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മുടെ വീഡിയോ കഴിയാറായി. അപ്പം ഷോപ്പിംഗ് ഹാൾ വരുന്നതായിരിക്കും. പിന്നെ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ.